നല്ല ഹെൽത്തി ആയിട്ടുള്ള കാന്താരി വൈനാണ് തയ്യാറാക്കുന്നത്. ഇതിൽ ഞാൻ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല, പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഭക്ഷണത്തിന് ശേഷം ഒക്കെ 2 സ്പൂണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അധികം കഴിക്കരുത്, ലിമിറ്റഡ് ക്വാണ്ടിറ്റി കഴിക്കാൻ പാടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വൈനാണിത്. അപ്പം നമുക്ക് കാന്താരി നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഈ മുളക് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പച്ചയായാലും വെള്ളയായാലും ഒക്കെ ഒരേ റിസൾട്ട് കിട്ടും. ഇതേ കണ്ട, ഇതും കാന്താരി ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വെള്ളമുളക് കൊണ്ട് നമുക്ക് വൈൻ തയ്യാറാക്കാൻ പറ്റും. പച്ച ആയാലും വെള്ളയായാലും ഓക്കെയാണ്. നമുക്ക് കാന്താരി മുളക് കൊണ്ട് വൈൻ തയ്യാറാക്കാം. അപ്പം നമ്മൾ കാന്താരി മുളക് എത്ര എടുക്കണോ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളക് എടുക്കുക. അത് നല്ലോണം കഴുകി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. വൈൻ കെട്ടണ കാരണം തീരെ ജലാംശം പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ പകുതി നമ്മൾ ഉണക്കമുന്തിരി കഴുകി ഉണക്കിയെടുക്കുക. അപ്പം ഞാൻ അതൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഈ കാന്താരി മുളകൊക്കെ നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. കാന്താരി മുളക് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടിയാലാണ് എരിവയില പെട്ടെന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ വൈനാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഉണങ്ങിയ കുപ്പി എടുക്കുക. കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ കുപ്പിയിലേക്ക് നമ്മൾ ചേർക്കാം. വീട്ടിലിങ്ങനെ അധികം കാന്താരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാൻ. നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കണില്ല, എന്നിട്ടാണ് വൈൻ തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈനാണിത്. ഗർഭിണികളൊന്നും കഴിക്കരുത്. അതുപോലെ കൊച്ചുകുട്ടികൾ പിന്നെ കഴിക്കില്ലല്ലോ എരിവുള്ള കാരണം. ഭക്ഷണത്തിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നെഞ്ഞെരിച്ചിൽ, അൾസർ അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് എത്ര കാന്താരി എടുത്തോ അതിൻ്റെ പകുതി ഉണക്കമുന്തിരി എടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ ചെറിയ 2 കഷ്ണം കറുവാപ്പട്ടയും ഗ്രാമ്പും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഈ ഒരു സൈസ് 3 ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർക്കാം. പിന്നെ പച്ചരി 1 സ്പൂൺ ചേർക്കാം. ഫെർമെൻറ്റേഷൻ ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി ചേർക്കുന്നത്. പിന്നെ നമ്മൾ പനക്കൽക്കണ്ട അല്ലെങ്കിൽ ശർക്കരയുടെ നീരാണ് ഞാൻ ചേർക്കുന്നത്. അത് ഉരുക്കിയെടുത്ത് അരിച്ചു വെച്ചതാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് മധുരത്തിന് ഇത് ചേർക്കാം. അതായത് 250 ഗ്രാം ശർക്കര നീരാണ് ചേർക്കുന്നത്. തിളപ്പിച്ച് ചൂടാറി റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വെള്ളമാണ് 1 ലിറ്റർ നമ്മൾ ചേർക്കാം. ഇത്രയേ വേണ്ടൂ നമ്മുടെ കാന്താരി വൈൻ തയ്യാറാക്കാൻ. ഇത്രയും ആവശ്യമുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഈസ്റ്റൊന്നും ചേർക്കാത്ത കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് ശേഷം മൂടി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഫെർമെൻറ്റേഷൻ നടക്കണ കാരണം വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് 15 ദിവസത്തിന് ശേഷം ഇത് നമുക്ക് എടുക്കാം. ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടാൻ വേണ്ടു. അത് കഴിഞ്ഞിട്ടൊരു തുണി വെച്ച് നമുക്ക് റബ്ബർ ബാൻഡോ ചരടോ കെട്ടി വയ്ക്കാം. എന്നിട്ട് ഡെയിലി 15 ദിവസം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുലുക്കി വെക്കണം. അത്രയേ വേണ്ടു. അപ്പോൾ ഓക്കെ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കാന്താരി വൈൻ 15 ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി അത് നമുക്ക് തുറക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നല്ല ഉണങ്ങിയ അരിപ്പയും എല്ലാതും വേണം. അപ്പോൾ നമ്മുടെ കാന്താരിയിലത്തെ എല്ലാ എസൻസും നമ്മുടെ വൈനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈനാണിത്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ കാന്താരിയുടെ ആ ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട്. നമുക്ക് കൊറ്റങ്ങനെ മാറ്റാം. ഇത് നമുക്ക് തെളിയാനായിട്ട് വെക്കണം. തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈനാണിത്. അപ്പോൾ അതിൻ്റെ മട്ടൊക്കെ ഇങ്ങനെ ഊർന്നു വരും അടിയിൽ. അപ്പം നമ്മുടെ എല്ലാ എസൻസും ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ തയ്യാറാക്കാം. ഇതൊരു മാസം തെളിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള വൈനാണ്. നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാര ചേർത്തിട്ടില്ല ഇതിൽ.